കുടുംബം, പാരമ്പര്യം, സ്വത്തവകാശം ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചില ചിത്രങ്ങളുണ്ടല്ലേ? എന്നാൽ ഇതൊക്കെ തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്ന ഒരു കാലത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ചരിത്രത്തിലെ വളരെ സവിശേഷമായ ആ ഒരു അധ്യായമാണ്, മരുമക്കത്തായം. ഈ ചോദ്യം തന്നെ നോക്കൂ. കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ? കാരണം കുടുംബത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ എല്ലാ സങ്കല്പങ്ങളെയും ഇത് തലകീഴായി നിർത്തുകയാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇതൊരു കഥയോ സങ്കല്പമോ അല്ല. നൂറുകണക്കിന് വർഷങ്ങളോളം കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിച്ച ഒരു സാമൂഹിക യാഥാർത്ഥ്യമായിരുന്നു ഇത്. അപ്പോ എന്തായിരുന്നു ഈ സിസ്റ്റം? അതിന്റെ നിയമങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്കൊന്ന് വിശദമായി നോക്കാം. ഈ സമ്പ്രദായത്തെയാണ് മരുമക്കത്തായം എന്ന് പറയുന്നത്. അതായത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവകാശം മരുമക്കൾക്കാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു പുരുഷന്റെ സ്വത്ത് അയാളുടെ സ്വന്തം മക്കൾക്കല്ല, മറിച്ച് അയാളുടെ സഹോദരിയുടെ മക്കൾക്കാണ് ലഭിക്കുക. ഒന്നാലോചിച്ച് നോക്കിക്കേ. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എന്തിനായിരുന്നു ഇങ്ങനെ ഒരു സിസ്റ്റം? ഇതിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് പല വാദങ്ങളുണ്ട്. എന്നാലും പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിലൊന്നാമത്തെ കാരണം വളരെ ലളിതമാണ്, പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒന്നുമാണ്: രക്തബന്ധത്തിന്റെ ഉറപ്പ്. അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളിൽ ഒരു കുഞ്ഞിന്റെ അച്ഛനാരെന്ന് ഉറപ്പിച്ചു പറയാൻ എളുപ്പമായിരുന്നില്ല. പക്ഷേ അമ്മയാരെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ. അതുകൊണ്ട് വംശപരമ്പര അമ്മയിലൂടെ പിന്തുടരുന്നത് രക്തശുദ്ധി ഉറപ്പാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായി അവർ കണ്ടു. ഇനി രണ്ടാമത്തെ കാരണം, അത് കുറച്ചുകൂടി പ്രായോഗികമായിരുന്നു. പ്രധാനമായും നായർ സമുദായം ഒരു യോദ്ധാക്കളുടെ സമൂഹമായിരുന്നു. അപ്പോൾ സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയാൽ അവർക്ക് പൂർണ്ണമായും രാജ്യസേവനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. ഈ ഒരു ലക്ഷ്യം കൂടി മരുമക്കത്തായത്തിനു പിന്നിലുണ്ടായിരുന്നു. ശരി, അപ്പൊ തിയറിയൊക്കെ നമ്മൾ കേട്ടു. ഇനി ഇത് പ്രായോഗികമായി എങ്ങനെയായിരുന്നു? ഒരു തറവാടിന്റെ ഉള്ളില് ജീവിതം എങ്ങനെയായിരുന്നു? നമുക്കങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. മരുമക്കത്തായത്തിന്റെ ഹൃദയം എന്നു പറയുന്നത് തറവാടുകളായിരുന്നു. ഒരു 20ഉം 30ഉം അതിലധികവും ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന വലിയ വീടുകൾ. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഇത് വെറുമൊരു വീടായിരുന്നില്ല. ആ കുടുംബത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ എല്ലാ കാര്യങ്ങളുടെയും കേന്ദ്രം അതായിരുന്നു. അപ്പോ ഈ തറവാട്ടിൽ ആരൊക്കെയുണ്ടായിരുന്നു? നമുക്ക് നോക്കാം. എല്ലാവരുടെയും തുടക്കം ഒരു മുതുമുത്തശ്ശിയിൽ നിന്നാണ്. പിന്നെ അവരുടെ മക്കളായ സഹോദരന്മാരും സഹോദരിമാരും, ആ സഹോദരിമാരുടെ മക്കൾ, അവരുടെ മക്കളുടെ മക്കൾ, അങ്ങനെ അമ്മ വഴിയിലുള്ള ഒരു വലിയ കുടുംബം മുഴുവൻ ഒരേ മേൽക്കൂരയ്ക്ക് താഴെയായിരുന്നു. പക്ഷേ ഇവിടെയാണ് രസകരമായ ഒരു വൈരുദ്ധ്യം. ഇതൊരു സ്ത്രീ പ്രാധാന്യമുള്ള സിസ്റ്റമാണെങ്കിലും തറവാടിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് അതിലെ ഏറ്റവും പ്രായം കൂടിയ പുരുഷനായ കാരണവർ ആയിരുന്നു. സ്വത്തിന്റെയും പണത്തിന്റെയും കാര്യത്തിലെല്ലാം അവസാന വാക്ക് അദ്ദേഹത്തിന്റേതായിരുന്നു. വിവാഹം എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ കാഴ്ചപ്പാടിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു അന്ന്. സംബന്ധം എന്നറിയപ്പെട്ടിരുന്ന ഈ ബന്ധം വളരെ ലളിതമായിരുന്നു. എളുപ്പത്തിൽ പിരിയാവുന്ന ഒരു ബന്ധം. ഭർത്താക്കന്മാർക്ക് അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ വലിയ നിയമപരമായ ഉത്തരവാദിത്തങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയാണെങ്കിലും ഈ സിസ്റ്റം സ്ത്രീകൾക്ക് നൽകിയ സ്ഥാനം വളരെ വലുതായിരുന്നു. കാരണം അവരിലൂടെയായിരുന്നു കുടുംബം വളരുന്നത്. അതുകൊണ്ടുതന്നെ ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നത് സന്തോഷമുള്ള കാര്യമായിരുന്നു. അവർക്ക് ജീവിതകാലം മുഴുവൻ സ്വന്തം തറവാട്ടിൽ ജീവിക്കാനുള്ള അവകാശവും സംരക്ഷണവും ഉണ്ടായിരുന്നു. ഇത് അക്കാലത്ത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ സ്ത്രീകൾക്ക് കിട്ടാത്ത വലിയൊരു സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവുമായിരുന്നു. പക്ഷേ കാലം മാറുമ്പോൾ കഥയും മാറുമല്ലോ. നൂറ്റാണ്ടുകളായി നിലനിന്ന ഈ സിസ്റ്റത്തിലും പതിയെ വിള്ളലുകൾ വീഴാൻ തുടങ്ങി. 20ആം നൂറ്റാണ്ടിന്റെ തുടക്കമായപ്പോഴേക്കും വലിയ മാറ്റങ്ങൾക്കുള്ള മുറവിളിയുയർന്നു. മന്നത്ത് പത്മനാഭനെപ്പോലുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ തന്നെ ഇതിനെതിരെ രംഗത്തുവന്നു. ഒരു കാലത്ത് സമൂഹത്തിന്റെ ശക്തിയായിരുന്ന ഈ സമ്പ്രദായം ഇപ്പോൾ അതിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു രോഗം ആയി മാറിയിരിക്കുന്നു എന്ന് അവർ വാദിച്ചു. എന്തുകൊണ്ടാണ് ഈ മാറ്റം ആവശ്യമായി വന്നത്? പ്രധാനമായും കാരണവരുടെ അധികാരം പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെട്ടു. സ്വന്തം കഷ്ടപ്പാടിന്റെ ഫലം മരുമക്കൾക്ക് പോകുന്നതിൽ പുരുഷന്മാർക്ക് എതിർപ്പുണ്ടായി. വ്യക്തിപരമായ കഴിവുകൾ വളർത്താൻ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥ സഹായിക്കുന്നില്ല എന്ന വാദവും ഉയർന്നു. അതോടൊപ്പം ചെറിയ അണുകുടുംബം എന്ന പുതിയ ആശയം കൂടുതൽ ആകർഷകമായി തോന്നിത്തുടങ്ങി. അപ്പോ ഈ എതിർപ്പുകളെല്ലാം വെറുമൊരു സംസാരത്തിൽ ഒതുങ്ങിയില്ല. അത് പതിയെ നിയമപരമായ മാറ്റങ്ങളിലേക്ക് നയിച്ചു.
ഈ മാറ്റം ഒറ്റയടിക്ക് വന്ന ഒന്നല്ലായിരുന്നു. വർഷങ്ങൾ നീണ്ടൊരു പ്രക്രിയയായിരുന്നു അത്. 1900കളുടെ തുടക്കത്തിൽ തന്നെ പരിഷ്കരണത്തിനായുള്ള ചർച്ചകൾ തുടങ്ങി. പതിയെ പതിയെ സംബന്ധം നിയമപരമായ വിവാഹമായി അംഗീകരിക്കപ്പെട്ടു. അവസാനം 1976-ൽ കേരള സർക്കാർ ഈ കൂട്ടുകുടുംബ സമ്പ്രദായം നിയമം മൂലം നിർത്തലാക്കി. അപ്പോ ആ മാറ്റം എത്രത്തോളം വലുതായിരുന്നു എന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ കാണാം. അവകാശം സ്ത്രീകളിലൂടെ എന്നുള്ളത് പുരുഷന്മാരിലൂടെയായി. വലിയ തറവാടുകൾക്ക് പകരം ഭർത്താവും ഭാര്യയും മക്കളുമടങ്ങുന്ന ചെറിയ കുടുംബങ്ങൾ വന്നു. അച്ഛന് ഉത്തരവാദിത്തങ്ങൾ കുറവായിരുന്ന സ്ഥാനത്ത് നിന്ന് അയാൾ കുടുംബനാഥനായി. ശരിക്കും പറഞ്ഞാൽ ഒരു സമൂഹം മൊത്തത്തിൽ മാറിമറിയുകയായിരുന്നു. പക്ഷേ ഈ മാറ്റം എല്ലാവർക്കും അത്ര എളുപ്പമായിരുന്നില്ല. തറവാട് എന്ന വലിയൊരു സംരക്ഷണ വലയം ഇല്ലാതായപ്പോൾ പല പുതിയ ചെറിയ കുടുംബങ്ങളും സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടി. അതൊരു വലിയ സാമൂഹിക പ്രതിസന്ധി തന്നെ ആയിരുന്നു. ശരി, അപ്പോൾ ഈ സിസ്റ്റമൊക്കെ നിയമം മൂലം നിർത്തി. പിന്നെന്തിന് നമ്മൾ ഇപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കണം? കാരണം അതിന്റെ സ്വാധീനം ഇന്നും നമ്മുടെ സമൂഹത്തിൽ ബാക്കിയുണ്ട്. അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രസക്തി. മരുമക്കത്തായം സ്ത്രീകൾക്ക് നൽകിയ ആപേക്ഷികമായ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും അവരുടെ വിദ്യാഭ്യാസത്തിനും ഉയർന്നുവരുന്നതിനും വലിയൊരു മുതൽക്കൂട്ടായി. ഈയൊരു ചരിത്ര പശ്ചാത്തലമാണ് ഒരുപക്ഷെ കേരളത്തിന്റെ ഇന്നത്തെ പല നേട്ടങ്ങൾക്കും പിന്നിലുള്ള ഒരു പ്രധാന കാരണം. ഉദാഹരണത്തിന്, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സ്ത്രീ സാക്ഷരതാ നിരക്ക് കേരളത്തിലാണല്ലോ. ഏകദേശം 96%. ആ നേട്ടത്തിന്റെ ഒരു വേര് ഒരുപക്ഷെ ഈ പഴയ മരുമക്കത്തായ സമ്പ്രദായത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. അപ്പോൾ ഇത് നമ്മളെ ഒരു അവസാന ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു നിയമം കൊണ്ട് ഒരു സമ്പ്രദായത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ ഒരു സമൂഹത്തിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും പൂർണ്ണമായി മായ്ച്ചു കളയാൻ കഴിയുമോ? മരുമക്കത്തായത്തിന്റെ കഥ നമ്മളോട് പറയുന്നത് ചരിത്രം അവസാനിച്ചാലും അതിന്റെ പ്രതിധ്വനികൾ ഇന്നും നമ്മോടൊപ്പം തുടരും എന്നാണ്.